ഖലീഫയായി നിശ്ചയിക്കുന്ന കാലത്ത് മുന്നേ നബിയുടെ വഫാത്തിന്റെ ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാക്കി നിശ്ചയിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ഒരു വാദം വന്നു. മറ്റൊരു സ്ഥാനാർത്ഥിയും സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു മിന്നാ ഇമാമുൻ മിൻകും ഇമാം എന്നൊരു വാദമാണ് അവിടെ വന്നത്. അൻസാരികൾക്കൊരു ഇമാമായിക്കോട്ടെ, മുഹാജിറുകൾക്ക് മറ്റൊരു ഇമാമും, അങ്ങനെ നമുക്ക് രണ്ട് ഇമാമിനാക്കിയിട്ട് പോകാം. സഅദ് ഇബ്നു ഉബാദ എന്നത് അൻസാരികൾക്കുള്ള നേതാവാണ്. പുണ്യനബി എന്നെ പറഞ്ഞു, ഖൂമൂലി സയ്യിദിക്കും, നിങ്ങളെ നേതാവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം, ബഹുമാനിക്കണം, വലിയ ആളാണ്, യാതൊരു അഞ്ചക്കൊള്ളില്ല. പക്ഷെ ഈ വിഷയത്തിൽ അങ്ങനെ സിദ്ദീഖിന്റെ എതിരിൽ ഒരു അഭിപ്രായത്തിൽ വന്നു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ചോദിച്ച ചോദ്യം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മരത്തടി പോലെ നിലനിൽക്കുന്ന മുസ്ലിം സംഘടിത ശക്തിയെ ചീന്തണം ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്. ഒരു മരത്തടി പോലെ നിൽക്കുന്ന മുസ്ലിം സമൂഹത്തെ രണ്ട് കണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ എല്ലാ ആളുകളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ബൈഅത്ത് ചെയ്തു. എന്തോ കാരണവശാൽ മഹാനവറുകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, എപ്പോഴുമില്ല, ചരിത്രം പറയാൻ നേരം. അങ്ങനെ കുറെ കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഒരു സ്ഥലത്ത് മഹാനവറുകൾ മരിച്ചു കിടക്കണതാ കണ്ടത്, സഅദ് ഇബ്നു ഉബാദ. അപ്പൊ എല്ലാവരും ബേജാറായി, എന്താ പതി, ഇങ്ങനത്തെ ഒരു വിഷയമൊക്കെ ഉണ്ടായിരിക്കെ ആരാപ്പതി, എന്താണെന്ന് എത്തും പൂട്ട് കിട്ടാത്ത വലിയ ബേജാറ്. അപ്പോഴാണ് ആകാശത്തുനിന്ന് ഒരു ബെയ്ത്ത്, നഹ്നു ഖതൽന സയ്യിദൽ ഖസ്റജി സഅദ് ഇബ്നു ഉബാദ വറമൈനാഹു ബിസഹ്മൈനി ഫലം യുഖ്തി ഫുആദാ എന്ന ആകാശത്തുനിന്ന് ഒരു ബെയ്ത്ത കേട്ടത്. ആ മരണത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തു. നഹ്നു ഖതൽന, ഞങ്ങളാണ് കൊന്നത്, സയ്യിദൽ ഖസ്റജി, അൻസാരികൾക്കുള്ള നേതാവിനെ, അതായത് സഅദ് ഇബ്നു ഉബാദ, അത് ഞങ്ങളാകണം. അത് നിങ്ങൾ തെരഞ്ഞെടുത്തിട്ട് കാര്യമില്ല. കൊന്നതായിരിക്കുന്ന രീതി, വറമൈനാഹു ബിസഹ്മൈനി, രണ്ട് അമ്പ് ഞങ്ങൾ വിട്ടു, ഫലം യുഖ്തി ഫുആദ, അദ്ദേഹത്തിന്റെ ഹാർട്ടിൽ തന്നെ രണ്ടും ചെന്ന് വീണു, ഒരു ലെവലേശം പയക്കാതെ. ഇങ്ങനെയാണ് ആ സംഭവം. ഒരു ബെയ്ത്ത കെട്ട ആകാശം, ഒരു അശരീരി. അപ്പം മഹാന്മാര് പറഞ്ഞ ജിന്നുകൾ പാടിയതാണ്, അവരാണ് മൂപ്പരെ അമ്പെറിഞ്ഞു കൊന്നത്. ഒരു വലിയ ആള് തന്നെ, മൂപ്പരെ പറ്റി ഒരു തെറ്റിദ്ധാരണ നമ്മളെ മനസ്സിലുണ്ടാകാൻ പാടില്ല, വലിയ സഹാബിയാണ്, മഹാനാണ്. പക്ഷെ ഇങ്ങനെ ഒരു തകരാറ് ഒരു മുസ്ലിം സമൂഹത്തിന്റെ ആ സംഘടിത ശക്തി അത് ഒന്ന് വ്യത്യാസപ്പെടുത്താൻ വേണ്ടി ഒരു വാക്ക് വന്നതിന്റെ ഫലമാണ് ഈ കണ്ടത്. ലോക മുസൽമാന് ഇത് ചരിത്രം മനസ്സിലാക്കി കൊടുക്കുകയാണ്. പറയരുതെന്ന് പറയപ്പെട്ട ഈ കഥ പറയുന്ന ചെറുശ്ശേരിയുടെ ഉള്ളിലിരിപ്പ് ഇതേ പ്രകാരം കാന്തപുരം കൊല്ലപ്പെടേണ്ടയാൾ എന്നാണോ? അത് നടക്കാത്തത് കൊണ്ടാണോ സ്വന്തം സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ കാന്തപുരത്തെ മൊബൈലിൽ ഭീഷണിപ്പെടുത്തിയത്? മൊബൈൽ ചെയ്തത് ജിന്നാകുമെന്ന് കരുതി തള്ളിപ്പോകുമെന്നും കുട്ടികളെ ബോധിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പിള്ളാര് പിടിക്കപ്പെട്ടപ്പോൾ മുഖം കെട്ടുപോയി അല്ലേ? ഈ കഥ പറഞ്ഞുകൊടുത്തായിരിക്കുമോ ശിങ്കിടി പിള്ളാരെ ഭീഷണിക്ക് പ്രേരിപ്പിച്ചത്? കാന്തപുരത്തിനെതിരെ വധഭീഷണി മുഴക്കിയതിൽ വിഘടിത സെക്രട്ടറിക്കുള്ള പങ്കും അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. തങ്ങളുടെ ഇംഗിതത്തിന് നിൽക്കാത്ത കാന്തപുരത്തെ ഭീഷണിപ്പെടുത്തുന്ന ഈ ഭീകര കുടുംബം, ഈ അഹമ്മദിനെ ഗോബാക്ക് വിളിച്ച് മുന്നറിയിപ്പ് നൽകിയ ഈ തീവ്ര കുടുംബം നാളെ മുസ്ലിം ലീഗുകാർക്കെതിരെയും വധഭീഷണി മുഴക്കിക്കൂടുന്നില്ല. ജാഗ്രത. അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ച വിഘടിത വിഭാഗം ഇത്തവണ മുസ്ലിം ലീഗ് ജയിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും തങ്ങൾക്കാണെന്ന് പറഞ്ഞു സമ്മേളനം നടത്തി. എന്നാൽ കഴിഞ്ഞ തവണ ലീഗ് പരാജയപ്പെട്ടതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുസ്ലിം ലീഗിന്റെ മാത്രം പിരടിയിൽ വെച്ചുകെട്ടുന്നത് കാണുക. മുമ്പ് ഒരു സമയത്ത് നമ്മുടെ കുറെ ആളുകൾ പരാജയപ്പെട്ടു. അത് ലീഗിന്റെ ഇടയിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസവും ഒരു ഉദാസീനതയും
പിന്നെ അവർക്കൊക്കെ ഒരു മടിയും, പ്രഗത്ഭന്മാരായ ചില സ്ഥാനാർത്ഥികളാക്കായ്മ, ഇങ്ങനെ പല കാരണങ്ങളാൽ ഓല് തന്നെ വലിയ പ്രവർത്തനം ചെയ്യാതെ വന്നപ്പം ഒരു സമയത്ത് കുറെ ആളുകൾ തോറ്റു. ഇതെന്ത് ന്യായം? ജയിച്ചാൽ ഞങ്ങളാണ് വിജയശില്പികൾ എന്ന് അവകാശപ്പെടുക, പരാജയപ്പെട്ടാൽ ലീഗിന് മാത്രം ഉത്തരവാദിത്തമെന്ന് പറയുക. ഇത് ശരിയായ സ്നേഹിതന്മാരുടെ ലക്ഷണമാണോ? അപ്പോൾ നിങ്ങളുടെ സ്നേഹം വെറും തട്ടിപ്പാണ്, കാപട്യമാണ്. നിങ്ങളുടെ ലീഗ് പ്രേമം സത്യസന്ധമല്ല എന്ന് ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ തിരിയുമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. തനി തോന്നിയാസം പറഞ്ഞാൽ എല്ലാവരും അത് അംഗീകരിക്കുമല്ലോ. കാര്യം തിരിയുന്ന ധാരാളം ആളുകൾ നമ്മളെ കേരളത്തിലുണ്ട്. കാന്തപുരത്തിന്റെ കഴിവും പ്രവർത്തനശേഷിയും മനസ്സിലാക്കി കാന്തപുരത്തെ സമീപിക്കുന്ന ലീഗുകാരെയും കോൺഗ്രസുകാരെയും ആക്ഷേപിക്കുന്നുണ്ട് മുസ്ലിയാർ. ലീഗിന്റെ ചില നേതാക്കന്മാര് ഇയാളങ്ങനെ താങ്ങി നടക്കണം, എന്താ ഇതിന്റെ ആവശ്യം എന്ന് മനസ്സിലാവണില്ല. ലീഗിന്റെ ചില നേതാക്കന്മാര് ഇയാളങ്ങനെ താങ്ങി നടക്കണം, എന്താ ഇതിന്റെ ആവശ്യം എന്ന് മനസ്സിലാവണില്ല. ലീഗിനോട് ചോദിച്ച മാതിരി തന്നെ എനിക്ക് ഈ ചില കോൺഗ്രസ്സുകാരോടും ചോദിക്കാണ്ട്. ചില കോൺഗ്രസ്സുകാരെന്താ ഇയാളോ ഇത്തരം എങ്ങനെ ബാലാട്ടി നടക്കണത്, എന്താ ഇതിന്റെ ആവശ്യം, അതും നമുക്ക് തിരിഞ്ഞിട്ടില്ല. ആക്ഷേപവും പരിഹാസവും വിട്ട് മുസ്ലിം ലീഗിനെ ഭീഷണിപ്പെടുത്താനും ഒരു വേള മുസ്ലിയാർ ശ്രമിക്കുന്നു. അല്ലെ ഒരു പ്രശ്നങ്ങൾ പൊതുവിടെ ഏപ്പിക്കാർ തെറ്റിയ മാതിരിയാവൂല സമസ്തന്റെ ആളുകൾ തെറ്റിയാല്. അല്ലെ ഒരു പ്രശ്നങ്ങൾ പൊതുവിടെ ഏപ്പിക്കാർ തെറ്റിയ മാതിരിയാവൂല സമസ്തന്റെ ആളുകൾ തെറ്റിയാല്. അതൊരു വലിയ വിഷയം തന്നെയാണ്. അതൊരു വലിയ വിഷയം തന്നെയാണ്. ഭീഷണി പുറത്തെങ്ങാനും ലീഗ് നമ്മളെ കൈവിട്ടാലോ എന്ന് കരുതിയായിരിക്കും മുസ്ലിയാർ ഞങ്ങൾ മുസ്ലിം ലീഗുകാരാണെന്നും ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ഉസ്താദുമാരും ലീഗാണെന്നും കൊടി പിടിച്ച് ഞങ്ങൾ നടന്നിരുന്നുവെന്നും പറയുന്നത് കാണുക. ഞങ്ങളൊക്കെ മുമ്പേ ലീഗാണ്, അത് ക്ഷീണിച്ച ഞങ്ങൾക്കും പൂർത്തിയാണ്. നമ്മളെ സ്നേഹിതന്മാരോടും നമ്മളെ പാർട്ടി നേതാക്കന്മാർ ഞങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് ലീഗാണ്. അവരൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വോട്ട് കൊടുത്ത് ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ സാധാരണ പറയല് തന്നെ, ഇന്റെ അത്ര ലീഗ് വയസ്സിൽ ലീഗുള്ള ആൾ ഇപ്പൊ ലീഗിലൊന്നുമില്ല മുപ്പര് പറയുന്നു. ഇന്റെ അത്ര പ്രായമുള്ള ലീഗുകാരപ്പം അവിടെ ഇല്ല. ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളാ ഭാഗത്തൊക്കെ ഈ തൊഴിലാളികളുടെ ഭാഗമാണ്. അപ്പം ഇങ്ങനെ കമ്മ്യൂണിസ്റ്റും മറ്റും എല്ലാം അന്ന് ലീഗിന്റെ കൊടി തോളിൽ വെച്ച് നടന്ന ആളാണ് ഞാൻ. കൊടിയും പിടിച്ച് നടന്നാണ്, പിന്നെ അതിനു വേണ്ടി പ്രവർത്തിയും മരിക്കണവരെ. അതൊരു വലിയ വിഷയം തന്നെയാണ്. അതൊരു വലിയ വിഷയം തന്നെയാണ്. സമസ്തക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന മുസ്ലിയാർ പ്രസംഗമെന്ന വായ്ചോത്തിൽ പലയിടത്തും നമ്മളെ പാർട്ടി എന്ന് പറഞ്ഞ് സമസ്തക്ക് രാഷ്ട്രീയ വിധേയത്വം ഉണ്ടാക്കുന്നുണ്ട്. പറഞ്ഞു ഉസ്താദുൽ അസാത്തീദ് ഷെയ്ഖുന OK ഉസ്താദിനെയും ഇയാൾ ലീഗുകാരനാക്കുന്നുണ്ട്. സമസ്തയുടെ സെക്രട്ടറി ആളുകളെ ലീഗിൽ ചേർക്കുന്ന പണിയല്ലല്ലോ എടുക്കേണ്ടത്. അയാൾ മഹാന്മാരായ ഉസ്താദുമാരെ സമസ്തയിലേക്കല്ലേ ആകർഷിക്കേണ്ടത്. എന്നാൽ ബഹുമാന്യരായ OK ഉസ്താദ് എന്താണ് പറഞ്ഞതും പ്രവർത്തിച്ചതും മുസ്ലിയാർ പറയുന്നത് കേൾക്കുക. ഉസ്താദന്മാരും മുമ്പേ ലീഗാണ്. ഇവര് ബഹുമാനപ്പെട്ട ഞങ്ങളെ ഉസ്താദ് OK ഉസ്താദ് മഹാനവറുകള് AP എന്നൊക്കെ പറഞ്ഞിട്ട് പോയപ്പോ ഇത്ര ഞാൻ നടക്കലുണ്ട് മുപ്പര് വഫാത്താകുന്നതിന് മുമ്പ്. പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ഞാൻ AP അവിടെ പറഞ്ഞത് കോയക്കുട്ടൂരിലും സാക്ഷിയാണ്, എന്നോടും മുപ്പരോടും പറഞ്ഞത് ഞാൻ AP എന്ന് പറഞ്ഞിട്ടൊക്കെ വരും. എനിക്കെന്തിനാ ഓന്റെ ഒപ്പം കൂടുന്നു, ഓന്റെ ഇഷ്ടനല്ലേ മുപ്പര്. ഞാൻ ഒരാളൊപ്പം കൂടുന്നില്ല, ഞാൻ ഒരു സുന്നി പ്രവർത്തകനാണ്, ദീന്റെ ഒരു ഖാദിമാണ്. ഞാൻ ഒരാളൊപ്പം കൂടുകയാണെങ്കിൽ മറ്റേ ഭാഗത്ത് കൂടും. കാരണം ഈക്കെന്റെ ഉസ്താദും ആലിമുമാണ്. രണ്ട് കാരണ പറഞ്ഞത്, ഒന്നിന്റെ ഉസ്താദാണ്, മറ്റൊന്നിന്റെ എന്റെ വലിയ ആലിമുമാണ്. അപ്പൊ ഒരാളെ പാർട്ടിയിൽ ഞാൻ കൂടുകയാണെങ്കിൽ അവിടെ കൂടും. ഇത് ആളുകൾ ഇങ്ങനെ പറയാന്നല്ലാണ്ട് എനിക്കെന്തിനാ ഓന്റെ ഒപ്പം കൂടുന്നത്, ഓന്റെ ഇഷ്ടനല്ലേ. അപ്പം മുൻകഴിഞ്ഞ ഉസ്താദന്മാര് മുഴുവൻ ഇങ്ങനെയുള്ള നമ്മുടെ ഈ മുസ്ലിം സംഘടന വേണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. ഒരാളൊപ്പം കൂടുന്നെങ്കിൽ ഈക്കന്റെ കൂടെയാണ് കൂടേണ്ടത് എന്ന് പറഞ്ഞതായി നിങ്ങൾ ആരോപിക്കുന്ന ഷെയ്ഖുന OK ഉസ്താദ് പക്ഷേ വിഘടിത സമസ്തയിൽ മെമ്പറായില്ല. മറിച്ച് വന്യരായ OK ഉസ്താദ് ശിഷ്യനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ സമസ്തയിൽ നേതൃപരമായ പങ്ക് വഹിച്ചു. ഇതിലാണ് ചേർന്ന് പ്രവർത്തിക്കേണ്ടത് എന്ന്